നഗരസഭ പ്രദേശത്ത് കുടിവെള്ളമില്ല. എറണാകുളം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ തടഞ്ഞു വച്ചിരിക്കുകയാണ് കൗൺസിലർമാർ. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചത്. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, ഈ കുടിവെള്ള പ്രശ്നം ഏത് നിലയ്ക്കുള്ളതാണ്, എന്താണ് ഇതിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? ലക്ഷ്മി, മരട് നഗരസഭയുടെ കീഴിലുള്ള ഒട്ടുമിക്ക ഡിവിഷനുകളിലും വെള്ളമില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇപ്പോൾ നമ്മൾ ഉള്ളത് എറണാകുളത്തെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലാണ്. അതാ ഇവിടെ മരട് നഗരസഭ ചെയർമാൻ അടക്കമുള്ള ആളുകൾ 5 മണിക്കൂറായി ചീഫ് എഞ്ചിനീയറെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 7 മണിക്കൂറായി. ചേട്ടാ, കുറച്ചേരം ഇതെന്താ സമരം? മരട് നഗരസഭയിൽ കഴിഞ്ഞ 45 ദിവസമായി അവരിപ്പോൾ ഇതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയറുടെ സ്ഥലത്ത് ഞങ്ങൾ 2 പ്രാവശ്യം മീറ്റിംഗ് കൂടിയതാണ്. ബഹുമാനപ്പെട്ട MLA നഗരസഭയിൽ വന്ന് 2 ഉന്നത തല യോഗം കൂടിയതാണ്. ഈ പറഞ്ഞ ഇതെല്ലാം കൂടിയിട്ട് പോലും മരട് നഗരസഭയിലെ പല പ്രദേശത്തും ഇപ്പോൾ ഒത്തിരി 45 ദിവസമായിട്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. നഗരസഭയാണ് ഇപ്പോൾ ടാങ്കറിൽ മുഴുവൻ ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണം. ഇവിടെ പറയുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞവർ ബുദ്ധിമുട്ടിക്കുകയാണ്. കാരണം ഇപ്പോൾ അവിടെ കറക്റ്റായിട്ട് മെയിൻ്റനൻസ് നടത്തേണ്ട ജീവനക്കാർ പോലും 2 പേരെ വെച്ചുകൊണ്ടാണ് 19 ലീക്ക്. ഈ ഒരു മനുഷ്യനായ 7 മണിക്കൂർ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇല്ല, ഞങ്ങളിപ്പോൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 7 മണിക്കൂർ കൂടി ഇരുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവരിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് തടഞ്ഞു വെക്കലൊന്നുമല്ല. അതിൻ്റെ അകത്ത് അവരും കൂടി അറിയണതിൻ്റെ ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇതുപോലെ തന്നെ മരട് നഗരസഭയിൽ രാത്രിയും പകലും ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ആളുകൾ ഞങ്ങളെ വിളിച്ച് ഇത്ര വലിയ മഴയത്ത് പോലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക്, നമ്മൾ പറയുന്ന ആളുകൾ ചീത്ത മുഴുവൻ ഞങ്ങൾ കേൾക്കുകയാണ്. അല്ലാണ്ട് ഞങ്ങൾ ഇവരെ ഉപദ്രവിക്കുക, തടഞ്ഞു വെക്കുക. ഈ പ്രധാനപ്പെട്ട അവിടെ ഒരു 6-7 ഡിവിഷനിൽ ഒട്ടും വെള്ളം കിട്ടുന്നില്ല. 40 ദിവസമായിട്ട്, ഇപ്പൊ 45 ദിവസമായിട്ട് കിട്ടുന്നില്ല. എന്താ കാരണം എന്താണെന്ന് ഇവർ പറയുന്നില്ല. അതല്ല പ്രശ്നം. ഞങ്ങൾ MLA അവിടെ മുനിസിപ്പാലിറ്റിയിൽ ചീഫ് എഞ്ചിനീയർ അടക്കം ഉന്നതതല യോഗം 2 കൂടി. ഇവിടെ തന്നെ ഞങ്ങൾ 2 പ്രാവശ്യം വന്ന് ചർച്ച നടത്തി. ഇവരിതെല്ലാം കാരണങ്ങൾ പറഞ്ഞു പോവുകയല്ലാണ്ട് ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. വെള്ളം കിട്ടിയാലല്ലേ ആളുകൾ അതിനകത്ത് തൃപ്തിയാവുള്ളൂ. ആളുകൾ ഞങ്ങളെ വിളിച്ച് ചീത്ത പറയണം. അതാണ് ഇവിടുത്തെ ഉണ്ടായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് രാവിലെ തുടങ്ങി 7 മണിക്കൂർ ഞങ്ങൾ പിന്നിട്ട് ഈ പറയുന്ന ഇത്തരം കൗൺസിലർമാർ മരട് നഗരസഭയിലെ മുഴുവൻ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഇന്ന് 7 മണിക്കൂർ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം കുടിക്കാൻ വെള്ളം കൊടുക്കാണ്ട് ആളുകളോട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഇപ്പോൾ നഗരസഭയ്ക്ക് ടാങ്കറിൽ വെള്ളം അടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നെട്ടൂരും മരടും ഒക്കെ ചെറിയ വഴികളിലുള്ള സ്ഥലങ്ങളാണ്. അങ്ങോട്ടൊന്നും വാഹനങ്ങൾ പോകില്ല. അവിടെ രാത്രിയാകുമ്പോൾ ആളുകൾ വിളിച്ച് ചീത്ത പറഞ്ഞാൽ അവരെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം കുടിക്കാൻ വെള്ളം കൊടുത്തില്ല, പിന്നെ അവനോട് എന്താ നമുക്ക് പറയാൻ പറ്റണത്? ഇത് വളന്തകാട് ദ്വീപ് 45 പേരോ SC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന 17 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ ദിവസം ഞങ്ങൾ അങ്ങോട്ട് പൈപ്പിട്ട് ഇന്ന് വരെ ആ പൈപ്പിൽ കൂടി ഒരു തുള്ളി വെള്ളം അവിടെ വന്നിട്ട് വെള്ളമില്ല. ഉപ്പിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് മരട് നഗരസഭ. ഉപ്പ് വെള്ളമാണ് മൊത്തം. അവർക്ക് ആർക്കും ഈ പറയുന്ന താഴെ നല്ല കിണറ്റിലോ ബോർവെല്ലിലോ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്ന പ്രദേശമാണ് മരട് നഗരസഭ. അതിൻ്റെ അകത്താണ് ഈ പറയുന്നത്. വളരെ കൃത്യമായിട്ട് 5 ലക്ഷം 5.5 ലക്ഷം രൂപ വെച്ച് പബ്ലിക് ടാപ്പിന് നഗരസഭ മാസം കൊടുക്കുകയും. ഈ സമരം അവസാനിക്കും? അല്ല, സമരം നമുക്ക് ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള പല ഉറപ്പുകളും കൃത്യമായി അവർ ചെയ്തിട്ടില്ല. ഇത് ബഹുമാനപ്പെട്ട MLA ആണ് ഇപ്പം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് നമുക്ക് തന്നിട്ടില്ല. ആ ഉറപ്പ് അവർ നമുക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടി ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. അതല്ലാതെ ഞങ്ങൾ ഇവരെ അല്ലാണ്ട് ബന്ദിയാക്കിക്കൊണ്ട് നടത്തുന്ന ആളുകൾ ഇവരെല്ലാം കൗൺസിലർമാരാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, ഈ നഗരസഭയിലെ ഇടതും വലുതുമായിട്ടുള്ള മുഴുവൻ കൗൺസിലർമാരും ഉണ്ട്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമോ വേറെ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് ഒരു വ്യക്തി താല്പര്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ കുടിക്കാൻ വെള്ളം കിട്ടുന്നത്, അത്രയുള്ള ഞങ്ങളുടെ പ്രശ്നം. അത് തന്നെയാണ് ലക്ഷ്മി. എന്തായാലും കുടിക്കാൻ കഴിഞ്ഞ 45 ദിവസമായി വെള്ളം കിട്ടിയിട്ടില്ല. പല വാർഡുകളിലും വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മരട് നഗരസഭയുടെ ചെയർമാന്റെ അടക്കം പരാതിയായിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും സമരം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പോലീസുകാരെ പുറത്ത് കാവൽ നിൽക്കുന്നുണ്ട്, മറ്റ് ജീവനക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 7 മണിക്കൂറായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ അവർ ബന്ദോബസ്താക്കി അല്ലെങ്കിൽ ഗരാവ് ചെയ്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്.